പ്രൈസ് ദി ലോർഡ്. ഹെൽപ്പ് മീ ലോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്പം വെറൈറ്റി ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ്. ഞാൻ നേരത്തെ ഒരു ഉരുളക്കിഴങ്ങിന്റെ കറി ഇട്ടിരുന്നു. എനിക്ക് തോന്നുന്നത് 3-4 ലക്ഷം വ്യൂസ് കഴിഞ്ഞു. കുറേ പേരത് ട്രൈ ചെയ്തിട്ട് എനിക്ക് അഭിപ്രായം അറിയിച്ചിരുന്നു. അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അന്ന് ഞാൻ ചെയ്തത് തേങ്ങ അരച്ചായിരുന്നു എങ്കിൽ ഇന്ന് തേങ്ങയില്ലാതെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഉരുളക്കിഴങ്ങ് കറി, പക്ഷെ അതിനേക്കാളും നല്ല ഗ്രേവിയോടുകൂടി. ഈ ഒരു റെസിപ്പി നിങ്ങൾ നെറ്റിൽ എവിടെ സെർച്ച് ചെയ്താലും കിട്ടില്ല. കാരണം ഇതെന്റെ തന്നെ ഒരു കണ്ടുപിടുത്തമാണ്. കാരണം പല കറികളും പല രീതിയിലും ഞാൻ ട്രൈ ചെയ്ത് നോക്കും. അതിൽ എനിക്ക് നല്ലതെന്ന് തോന്നുന്നതാ ഞാൻ വീഡിയോ ആക്കുന്നത്. ഇതിൽ വെജിറ്റബിൾസ് ആയി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഉരുളക്കിഴങ്ങും പച്ച ഗ്രീൻ പീസും മാത്രമാണ്. അപ്പോൾ ഗ്രീൻ പീസ് നിങ്ങൾക്ക് കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. ഉരുളക്കിഴങ്ങ് മാത്രം ഇട്ട് ചെയ്യാം. വളരെ ടേസ്റ്റിയാ. ചോറ്, അപ്പം, ദോശ, ചപ്പാത്തി, പൂരി എന്തിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു ഡിഷാണ് ഇത്. അപ്പൊ തുടങ്ങാം. ഇപ്പൊ പാൻ വെച്ചിട്ട് അതിലേക്ക് അധികം എണ്ണ വേണ്ട, കുറച്ചു മതി എണ്ണ ഒഴിക്കാം. അതിനുശേഷം അതിലേക്ക് ഇത് അധികം എരിയില്ലാത്ത പച്ചമുളകാണേ, 2 പച്ചമുളകുണ്ട്. അതിനുശേഷം പൊടിയായിട്ടരിഞ്ഞ സവാള, ഇത് മീഡിയം സൈസ് 3 സവാളയാ. നമ്മൾ ഈ പൊടിയായിട്ടരിയുന്നൊന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയാ. നിങ്ങൾക്ക് ചോപ്പറിൽ വെച്ച് വേണേൽ ചോപ്പ് ചെയ്തു എടുക്കാം. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ ലേശം ഉപ്പിട്ട് കൊടുക്കാം. മീഡിയം തീയിൽ ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. 2 മിനിറ്റ് കഴിഞ്ഞു. അത് പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി ഒന്ന് അങ്ങനെ ചെയ്തു തന്നേ ഉള്ളേ. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇഞ്ചി കുറച്ച് മതി, വെളുത്തുള്ളി കൂടുതൽ എടുക്കുക. ഇഞ്ചി ഒരു കൊച്ചു കഷ്ണവും ബാക്കി വെളുത്തുള്ളിയും രണ്ടും കൂടെ ഒരു 1.5 ടേബിൾ സ്പൂൺ. സവാള ഒരു അരപ്പരുവം കഴിഞ്ഞു. അരയല്ല, ഒരു 1/4 പരുവത്തോളമായി, അത്രയും മതി. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. കുഞ്ഞു 3 തക്കാളിയാണ് ഇത്. കുറച്ച് കറിവേപ്പില. ഇനി ചേർക്കുന്നത് ഒരു പിടി മല്ലിയില. കണ്ടിട്ട് പേടിക്കണ്ട, ഈ ചേച്ചി എന്തോ ചെയ്യുന്നതെന്ന് ചിന്തിക്കണ്ട. ഡോൺ വെറി, നല്ല ടേസ്റ്റി കറി തന്നെ കിട്ടും. ഇനി ആ തക്കാളിയൊക്കെ ഒന്ന് വേവട്ടെ. ലേശം ഒന്ന് അടച്ചു വെക്കാം. നമ്മൾ അടച്ചു വെച്ചിട്ടൊരു 2 മിനിറ്റ് കഴിഞ്ഞു. തക്കാളിയൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. ഞാൻ ഇതിന്റെ തീ ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പെരും ജീരകം, ചെറിയ ജീരകമല്ല, ഇറച്ചിക്കൊക്കെ അരയ്ക്കുന്ന പെരും ജീരകം കുറച്ച്, ഒരു 1/2 ടീസ്പൂണിൽ താഴെ. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. തീ ഓഫ് ചെയ്തിട്ടേക്കുവാണേ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് ലേശം ഒന്ന് തണുത്ത ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇനി നമുക്ക് കറി വെക്കാൻ വേണ്ടിയുള്ള പാത്രം വെക്കാം. അതിനുശേഷം എണ്ണ ഒഴിച്ചു. എണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇനി എണ്ണ ഒത്തിരി ചൂടായെങ്കിൽ തീ ഓഫ് ചെയ്തേരെ നമുക്ക് മസാലകൾ ചേർക്കണം. അതല്ല, മസാല കരിഞ്ഞു പോകാതെ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീ ഏറ്റവും കുറച്ചിട്ടാൽ മതി. ഇതിലേക്ക് നമുക്ക് ആദ്യം മുളക് പൊടി ചേർക്കാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി 3 ടീസ്പൂൺ. ഇത് നന്നായിട്ട് എണ്ണയിൽ കിടന്നൊന്ന് മൂക്കണം. മസാല നന്നായിട്ട് മൂത്തു, കരിച്ചു പോകരുത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ആ പാത്രം കഴുകി വെള്ളം ഇപ്പൊ ഒഴിക്കണ്ട. അത് ഇതൊന്ന് നന്നായിട്ട് മൂത്ത ശേഷം ഒഴിച്ചാൽ മതി. ഈ അരപ്പ് നല്ലോലൊന്ന് വേവട്ടെ. നമ്മുടെ മസാല നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങാണിത്. ഞാനിത് പുഴുങ്ങിയത് കുക്കറിൽ നകക്കെ വെള്ളം ഒഴിച്ച് 3 ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഒരു വിസില് വന്നപ്പോ തന്നെ ഓഫ് ചെയ്തിട്ടു. അതിനുശേഷം അകം കുറച്ചുകൂടെ വേവാനുണ്ട്. ഞാൻ 3/4 പുഴുങ്ങി എടുത്തിട്ടുള്ളൂ. കാരണം ഇത് ഈ മസാലയിൽ കിടന്നും വേവണം, അപ്പോൾ ശരിയാവും. അപ്പൊ നിങ്ങളും അങ്ങനെ തന്നെ എടുത്താൽ മതി. മൊത്തത്തിൽ നന്നായിട്ട് അങ്ങ് പുഴുങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, അതല്ല മൊത്തത്തിൽ പുഴുങ്ങിയെടുക്കണമെങ്കിലും കുഴപ്പമില്ല, രണ്ടും കുഴപ്പമില്ല. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇത് മീഡിയം സൈസ് 3 ഉരുളക്കിഴങ്ങാണേ. ഇതിന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം.
നിങ്ങൾക്ക് ഇത് ഗ്രേവി ഇല്ലാതെ വേവിച്ചെടുക്കണം, ഇങ്ങനെ തന്നെ വേവിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ, ഇതേ പരുവത്തിൽ കുഴച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആകാം. അങ്ങനെ ഉണ്ടെങ്കിൽ കിഴങ്ങ് നന്നായിട്ട് വേവിക്കണം, എന്നിട്ട് മസാല കിടന്ന് ഇച്ചിരി ഒന്ന് വെന്താ മതി. പക്ഷെ നമ്മളിപ്പോ ചെയ്യുന്നത് ഗ്രേവി ആയിട്ടാ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ച് വെള്ളം ചേർക്കാം. ഒത്തിരി അങ്ങ് വെള്ളമാക്കണ്ട. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് കറിവേപ്പില. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. സവാള വഴറ്റിയപ്പോ ലേശം ഇട്ടിരുന്നു, അത് മനസ്സിലാക്കി ഇടാവൂ. അപ്പൊ തീ കൂട്ടി തന്നെ വെച്ചോ, നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഈ കറി തിളച്ചു തുടങ്ങി. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് പച്ച ഗ്രീൻ പീസ്. ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പച്ച ഗ്രീൻ പീസ് പൊളിച്ച് എടുത്ത് വെച്ചിരിക്കുന്നത്. മട്ടർ എന്ന് പറയും, വട്ടണയെന്ന് പറയും, ഫ്രോസൺ അല്ല. ഇത് കൂടുതൽ കിട്ടുമ്പോൾ ഞാൻ ഇങ്ങനെ മേടിച്ച് പൊളിച്ച് വെച്ചിരിക്കും. അപ്പോൾ ഈ ഗ്രീൻ പീസ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇടണ്ട. ഇതില്ലാതെ കിഴങ്ങ് മാത്രം ഉപയോഗിച്ച് നമുക്ക് ഈ കറി ഉണ്ടാക്കാം. ഇനി നന്നായിട്ട് വേവട്ടെ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. എന്റെ കറി ഇപ്പോ നല്ല പരുവമായിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ 2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തിരുന്നു. നല്ല കുറുകി നല്ല പരുവായിട്ടുണ്ട്. ഇതിന്റെ ഗ്രേവി നിങ്ങൾക്ക് തീരുമാനിക്കാം, എത്ര കുറുകണം, എത്ര ലൂസായിട്ട് വെക്കണം. ഇതിനേക്കാളും പറ്റിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയാകാം. ഞാൻ ഗ്രേവിയുടെ തിക്നെസ് കാണിക്കാം. ഇതേ കണ്ടോ, നല്ല കുറുകിയിരിക്കുന്ന കറിയാ. ഞാൻ നേരത്തെ ഇട്ട ഉരുളക്കിഴങ്ങ് കറിക്ക് കട്ടിയില്ല എന്നുണ്ടെങ്കിൽ കൂട്ടാൻ വേണ്ടി ഇത് ഇച്ചിരി ഉടച്ചു ചേർക്കാൻ പറഞ്ഞായിരുന്നു ഉരുളൻകിഴങ്ങ്. പക്ഷെ ഇതിനതിന്റെ ആവശ്യമില്ല, നല്ല കട്ടിയുള്ള ഗ്രേവിയാ. അപ്പൊ ലാസ്റ്റില് നമുക്ക് ലേശം ഗരം മസാല ചേർക്കാം. നമ്മൾ ആദ്യം ലേശം പെരിഞ്ജീരകം ചേർത്തതേ ഉള്ളൂ, എങ്കിലും ഒത്തിരി വേണ്ട. ഒരു 1/2 ടീസ്പൂൺ അത്രയും മതി. നമ്മുടെ വീട്ടിൽ തന്നെ വറുത്തു പൊടിച്ച ഗരം മസാലയാ. ഞാൻ അതിന്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇനി ഈ ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ നിങ്ങൾക്ക് മടിയാണെന്നുണ്ടെങ്കിൽ പുഴുങ്ങാതെയും ചെയ്യാം. ഇത് ഈ ഗ്രേവിയിൽ കിടന്ന് നല്ലതുപോലെ വേവണമെന്നേ ഉള്ളൂ. കുറച്ചുകൂടെ സമയം എടുക്കും. പുഴുങ്ങിയിടുവാണെങ്കിൽ കറി കുറച്ചുകൂടെ പെട്ടെന്നാവും. അത് മാത്രമല്ല, പുഴുങ്ങിയിടുമ്പോൾ ആ കിഴങ്ങിന് നല്ലൊരു ടേസ്റ്റും കൂടുന്നതായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. അപ്പോ അത് നിങ്ങളുടെ ചോയ്സ്. പുഴുങ്ങിയിടണോ പച്ചയ്ക്ക് തന്നെ കറി വെക്കണോ എന്നുള്ള എങ്ങനെ വേണേലും ചെയ്യാം. അപ്പൊ ഞാൻ ഇതിപ്പോ കടു താളിക്കുന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ 2 പ്രാവശ്യം എണ്ണ യൂസ് ചെയ്തു. പിന്നെ ഒത്തിരി എണ്ണ വേണ്ട, അതുകൊണ്ട് ഞാൻ അവോയ്ഡ് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ സാധാ കടു താളിക്കുന്നത് പോലെ കടു താളിച്ചിടാം. ഞാനിപ്പോ കടു താളിക്കുന്നില്ല. കണ്ടില്ലേ, മുകളിൽ ഇപ്പോൾ തന്നെ നന്നായിട്ട് എണ്ണ തെളിയുന്നേ. നമ്മൾ 2 പ്രാവശ്യമായിട്ട് കുറേശ്ശെ എണ്ണ യൂസ് ചെയ്തതിന്റെ അത്. എനിക്ക് കൂടുതലും പ്രവാസികളായിട്ടുള്ളവരാണ് മെസ്സേജ് ഇടുന്നത് ഈസി കറികൾക്ക് വേണ്ടി. അതായത് പ്രവാസികളായിട്ടുള്ള സഹോദരന്മാർ തേങ്ങ അധികം യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, തേങ്ങ കിട്ടുന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ മെസ്സേജുകൾ വരാറുണ്ട്. അപ്പൊ അവരെ ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ മെയിനായിട്ട് ഈ കറി ഇടാൻ കാരണം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം, അഭിപ്രായം അറിയിക്കണം. വീണ്ടും പുതിയൊരു ഡിഷുമായി വരാൻ. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലസ് യു.